12V ഇന്റർകൂളർ ഇതിന്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഇസ്റ്ററി കാര്യങ്ങളൊക്കെ പക്കാണ്. ഒരു റീപ്ലേസ്മെന്റും ഇല്ല, ഒരു റീപെയിന്റിങ്ങും ഇല്ല. കാരണം റീപെയിന്റ് ഉണ്ട് നിങ്ങൾ ഇതിൽ തെളിയിക്കുകയാണെങ്കിൽ ഈ ഒരു വണ്ടി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇവിടുന്ന് കൊണ്ടുപോകാം. ഏകദേശം 70,000 കിലോമീറ്റർ ഓടിച്ചിട്ടുള്ളൂ, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇനിയിപ്പോൾ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ പക്ക നല്ല നീറ്റ് ആൻഡ് ക്ലീൻ 2.5V ആണ് വരുന്നത്. എന്തായാലും വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്തായാലും മുതലാവും. ലാസ്റ്റ് ഫൈനൽ പൈസ ചോദിക്കുന്നത് 7,70,000 രൂപക്കാണ് ഈ ഒരു മുതൽ നിങ്ങൾക്ക് തരാൻ വേണ്ടി പോകുന്നത്. അടുത്തത് 2012V ഇന്റർകൂളർ ഏകദേശം 1.5 ലക്ഷം കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ പ്രൈസ് നോക്കേണ്ട ആവശ്യമില്ല, നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി, സിംഗിൾ ഓണർഷിപ്പ്. എന്താണ് ഇവിടെ മാറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ഗ്ലാസ് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ പക്കാണ്. ടൈഫോഡിലേക്ക് കൺവേർട്ട് ചെയ്ത വണ്ടിയാണ്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ, നല്ല മൊത്ത വണ്ടിയാണ്. ലാസ്റ്റ് ഫൈനൽ നിങ്ങൾ തരാൻ പോകുന്നത് 6.5 ലക്ഷം റുപ്യക്കാണ് ഈ ഒരു ഇനോവ നിങ്ങൾക്ക് തരാൻ വേണ്ടി പോകുന്നത്. 555 2016 മോഡല് ഡീസൽ ഹോണ്ടയിൽ VRV ഏകദേശം 22 മൈലേജ് എന്തായാലും കിട്ടും. 1.5 ലക്ഷം റുപ്യ ഇതിന്റെ മുകളിൽ എക്സ്ട്രാ ഫിറ്റിംഗ് കയറിയിട്ടുണ്ട്. 90,000 കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ടെങ്കിലും സിംഗിൾ ഓണർഷിപ്പാണ് വരുന്നത്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി. ഇപ്പൊ ടയർ നോക്കുകയാണെങ്കിലും ഇതിന്റെ ഇന്റീരിയർ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി. ലാസ്റ്റ് ഫൈനൽ എത്ര കൊടുക്കാം നമുക്ക്? 7,25,000 രൂപക്കാണ് ഈ ഒരു മോഡൽ നിങ്ങൾക്ക് വേണ്ടി തരാൻ പോകുന്നത്. ഹോണ്ട സിറ്റി ആണ്, ഫുൾ ഓപ്ഷൻ ആണ്. ഇതാ സൺറൂഫ് വരുന്നുണ്ട്, പുഷ്പട്ടം വരുന്നുണ്ട്. 2014-20 മോഡൽ മൈലേജ് കിട്ടുന്ന ഈ ഒരു ഹോണ്ട സിറ്റി 90,000 കിലോമീറ്റർ മാത്രം ഓടിച്ചിട്ടുള്ളൂ, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ നിങ്ങൾക്ക് തരാൻ പോകുന്നത് 4,40,000 രൂപയ്ക്കാണ് ഈ ഒരു മുതൽ തരാൻ പോകുന്നത്. എത്തിയോസ് ലീവ നിങ്ങൾക്ക് ഒരു 3.5 ലക്ഷം രൂപയ്ക്ക് തന്നാലോ? 2013 സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന 1.60 ഓടിയിട്ടുണ്ട്, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, പക്ക ഹിസ്റ്ററി കാര്യങ്ങളാണ്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി. കാരണം എത്തിയോസ് ലീവ ഡീസൽ ആകുമ്പോൾ എന്തായാലും 20ന്റെ മുകളിലേക്ക് എന്തായാലും മൈലേജ് കിട്ടുന്ന ഈ ഒരു മുതൽ നിങ്ങൾക്ക് ലാസ്റ്റ് ഫൈനൽ തരാൻ പോകുന്നത് 3.5 ലക്ഷം റുപ്യക്ക്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ വണ്ടിയും കാണിച്ചിട്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഫിനാൻസ് മാത്രം ഇവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല. കാരണം അത് നിങ്ങൾ തന്നെ റെഡിയാക്കണം. കാരണം ഇവിടെ വന്ന് നിങ്ങൾ വണ്ടി പുറത്തുനിന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ ചെക്ക് ചെയ്യുക. ഇപ്പോൾ ഫിനാൻസിന് വേണ്ടിയിട്ടുള്ള പേപ്പർ കാര്യങ്ങളൊക്കെ എന്ത് വേണമെങ്കിലും ഇവർ അതിനുള്ള അറേഞ്ച് കാര്യങ്ങളൊക്കെ ചെയ്തുതരും. കാരണം ഫിനാൻസ് മാത്രം ഇവരോട് ചോദിക്കരുത്, അത് നിങ്ങൾ തന്നെ റെഡിയാക്കണം. പിന്നെ വണ്ടി എടുക്കുന്നതിന് മുന്നേ പൂർണ്ണമായും ചെക്ക് ചെയ്ത് സാറ്റിസ്ഫൈഡ് ആയിട്ട് എടുക്കുന്ന ഉത്തരവാദിത്വം നിങ്ങൾക്കാണ് ഉള്ളത്. അടിയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, വേഗം വിളിച്ചോളി, മിസ്സാക്കാൻ നിൽക്കണ്ട. ഇതേപോലത്തെ ഓഫർ പൈസ ഇതാ 10,90,000 രൂപയൊന്നും 2017 ക്രിസ്റ്റൊന്നും എവിടുന്നും കിട്ടുക. വേഗം വിളിച്ചോളി, മിസ്സാക്കാൻ നിൽക്കണ്ടെങ്കിൽ. ഇനി അതേപോലെ തന്നെ മൈലേജ് നോക്കുന്ന വണ്ടിയാണെങ്കിൽ ഇതാ ഹോണ്ടന്റെ വരുന്നുണ്ട്, ഹോണ്ട സിറ്റി വരുന്നുണ്ട്, എത്തിയോസ് ലീവ വരുന്നുണ്ട്. ഈ 3 വണ്ടിയും 20ന്റെ മുകളിലേക്ക് മൈലേജ് കിട്ടുന്ന വണ്ടിയാണ് എത്തിയോതാ. ഈ ഒരു ഹോണ്ട സിറ്റി ഒക്കെ 4,40,000 രൂപയ്ക്കും. അതേപോലെ തന്നെ 2013 മോഡല് എത്തിയോസ് ലീവ തരാൻ പോകുന്നത് 3,50,000 രൂപയ്ക്ക്. അതേപോലെ തന്നെ VRV വരുന്നുണ്ട്, ഹോണ്ടയിൽ വരുന്നത് VRV വരുന്നുണ്ട്. ഏകദേശം 1.5 ലക്ഷം റുപ്യന്റെ മുകളിൽ എക്സ്ട്രാ ഫിറ്റിംഗ് കയറിയിട്ടുണ്ട്. പുഷ്പട്ടനൊക്കെ വരുന്ന നല്ല ക്ലീൻ കണ്ടീഷൻ വണ്ടി. 7,70,000